പശ്ചിമ ബംഗാളിലെ അനധികൃത കുടിയേറ്റക്കാരെ പാർപ്പിക്കുന്നതിനായി പ്രത്യേക തടങ്കൽ കേന്ദ്രങ്ങൾ തുറന്നു. ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നും അതിർത്തി കടന്നെത്തിയ അനധികൃത കുടിയേറ്റക്കാർക്കും റോഹിംഗ്യകൾക്കുമായാണ് പുതിയ തടങ്കൽ കേന്ദ്രങ്ങൾ ഒരുക്കിയത്. മുർഷിദാബാദിൽ ആദ്യ കേന്ദ്രം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാവുകയും ആദ്യ ബാച്ച് അന്തേവാസികളെ എത്തിക്കുകയും ചെയ്തു. അനധികൃത കുടിയേറ്റം തടയുന്നതിനും അതിർത്തി സുരക്ഷ ശക്തമാക്കുന്നതിനുമുള്ള കടുത്ത നടപടികളുടെ ഭാഗമായാണ് പശ്ചിമ ബംഗാളിൽ തടങ്കൽ കേന്ദ്രങ്ങൾ അഥവാ ഡിറ്റൻഷൻ സെന്ററുകൾ തുറന്നത്. ബംഗ്ലാദേശികൾ, റോഹിംഗ്യകൾ എന്നിവരുൾപ്പെടെ രേഖകളില്ലാതെ ഭാരതത്തിലേക്ക് അതിക്രമിച്ചു കടന്നവരെയാണ് ഈ കേന്ദ്രങ്ങളിൽ പാർപ്പിക്കുക. നിലവിൽ മുർഷിദാബാദിൽ സജ്ജമാക്കിയ കേന്ദ്രം ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു. പ്രവർത്തന സജ്ജമായ മുർഷിദാബാദിലെ കേന്ദ്രത്തിലേക്ക് 3 ബംഗ്ലാദേശി പൗരന്മാരെ ഇതിനകം തന്നെ മാറ്റിയിട്ടുണ്ട്. കൃത്യമായ രേഖകളില്ലാതെ അതിർത്തി കടന്നതിന് പിടിയിലായ ഇവരെ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇങ്ങോട്ട് മാറ്റിയത്. വിദേശ പൗരന്മാരെ തിരിച്ചറിയുകയും അവരെ സ്വന്തം രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായി തിരിച്ചയക്കുകയും ചെയ്യുക എന്നതാണ് തടങ്കൽ കേന്ദ്രങ്ങൾ കൊണ്ട് ലക്ഷ്യമിടുന്നത്. മുർഷിദാബാദിലെ കേന്ദ്രത്തിന് പുറമെ വരും ദിവസങ്ങളിൽ പശ്ചിമ ബംഗാളിലെ എല്ലാ ജില്ലകളിലും സമാനമായ രീതിയിൽ തടങ്കൽ കേന്ദ്രങ്ങൾ തുറക്കാനാണ് ഭരണകൂടത്തിന്റെ നീക്കം. അനധികൃത കുടിയേറ്റക്കാരുടെ കൃത്യമായ കണക്കെടുപ്പും തുടർ നടപടികളും വരും ദിവസങ്ങളിൽ കൂടുതൽ കർശനമാക്കുമെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. ബംഗാളിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ നീക്കം വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. തടങ്കൽ കേന്ദ്രങ്ങൾ തുറന്ന പശ്ചാത്തലത്തിൽ അതിർത്തി ജില്ലകളിൽ നിരീക്ഷണം ശക്തമാക്കാൻ സുരക്ഷാ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനം, ഡൽഹി.